Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. കേരള ടീച്ചേഴ്സ് കേരളത്തിലെ അധ്യാപകരുടെ ബെനഫിറ്റ്സ് ആനുകൂല്യങ്ങൾ. വിത്ത്ഹെൽഡ് എന്നാൽ തടഞ്ഞു വയ്ക്കുക എന്നുള്ള അർത്ഥമാണ്, പിടിച്ചു വയ്ക്കുക. കേരളത്തിലെ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ പിടിച്ചു വയ്ക്കുന്നു. സൈറ്റിംഗ് പറഞ്ഞുകൊണ്ട്. എസ് സി എന്നാൽ സുപ്രീം കോർട്ട് റൂളിംഗ് ഓൺ കേടെക് ക്വാളിഫിക്കേഷൻ എന്നാൽ യോഗ്യത. കേടെക് യോഗ്യതയുമായി ബന്ധപ്പെട്ട് അതുമായി സംബന്ധിച്ച സുപ്രീം കോടതിയുടെ വിധി, ആ വിധി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അത് പറഞ്ഞുകൊണ്ട് കേരളത്തിലെ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നു. ഗവൺമെൻറ് അഭിമുഖീകരിക്കുന്നു, നേരിടുന്നു. ക്രിറ്റിസിസം എന്നാൽ വിമർശനം. ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ ഈ തടഞ്ഞുവെക്കലുമായി ബന്ധപ്പെട്ട് ഗവൺമെൻറ് വിമർശനങ്ങൾ നേരിടുന്നു. ഇതാണ് തലക്കെട്ട്. തീർച്ചയായും ഈ വാർത്തയിൽ നിന്നും നിങ്ങൾക്ക് പുതിയ വാക്കുകളോ പുതിയ പ്രയോഗങ്ങളോ പഠിക്കാനായിട്ട് സാധിച്ചേക്കും. കേടെക് ക്വാളിഫിക്കേഷൻ എന്നാൽ ഈ പരീക്ഷ, അതായത് സർക്കാർ കേന്ദ്ര ഗവൺമെൻറ് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, അതായത് അധ്യാപകർക്ക് മതിയായ യോഗ്യത ഉണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പരീക്ഷയാണ്. അതിനുള്ള യോഗ്യതാ പരീക്ഷയാണ് കേടെക്. തിരുവനന്തപുരം. Under the guise of implementing the Supreme Court order making കേടെക് qualification mandatory. കേടെക് യോഗ്യത നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നുവെന്ന പേരിൽ, അണ്ടർ ദ ഗൈസ് ഓഫ് എന്നാൽ ആ പേരിൽ, ആ കാര്യം പറഞ്ഞുകൊണ്ട്, ഇംപ്ലിമെൻറ്റിങ് എന്നാൽ നടപ്പാക്കൽ എന്നുള്ള അർത്ഥമാണ്. സുപ്രീം കോടതിയുടെ വിധി. കേടെക് യോഗ്യത നിർബന്ധമാക്കിയ സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കുന്നുവെന്ന പേരിൽ അത് പറഞ്ഞുകൊണ്ട് ദ ഗവൺമെൻറ് ഹാസ് ബ്ലോക്ക്ഡ്, ഗവൺമെൻറ് തടഞ്ഞുവച്ചു സർട്ടൻ ബെനഫിറ്റ്സ്. സർട്ടൻ എന്നാൽ ചില ആനുകൂല്യങ്ങൾ പ്രൊവൈഡഡ് ടു ടീച്ചേഴ്സ്, അധ്യാപകർക്ക് ലഭിച്ചിരുന്ന, പ്രൊവൈഡഡ് ടു എന്നാൽ അധ്യാപകർക്ക് നൽകിയിരുന്ന, ടീച്ചേഴ്സ് അധ്യാപകർക്ക് നൽകിയിരുന്ന ചില ആനുകൂല്യങ്ങൾ ഇത് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് തടഞ്ഞു വച്ചു. എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇൻ മെനി പ്ലേസസ്, ഒരുപാട് സ്ഥലങ്ങളിൽ ഹാവ് സ്റ്റാർട്ടഡ്, ആരംഭിച്ചിട്ടുണ്ട് വിത്ത് ഹോൾഡിംഗ് ബെനഫിറ്റ്സ്. വിത്ത് ഹോൾഡിംഗ് എന്നാൽ തടഞ്ഞുവെക്കൽ, ബെനഫിറ്റ്സ് എന്നാൽ ആനുകൂല്യങ്ങൾ. ഒരുപാട് സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസ ഓഫീസുകൾ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ഇൻക്ലൂഡിംഗ് അടക്കം, ഇൻക്ലൂഡിംഗ് ഇൻക്രീസ്ഡ് സാലറീസ്, ഇൻക്രീസ്ഡ് എന്ന് വർദ്ധിപ്പിച്ച ശമ്പളങ്ങൾ അടക്കം തടഞ്ഞുവെക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ഫോർ ദോസ് പ്രൊമോട്ടഡ് ടു ഹെഡ് ടീച്ചേഴ്സ് ആൻഡ് അതേഴ്സ്. ഫോർ ദോസ് ഹു പ്രൊമോട്ടഡ് ടു ഹെഡ് ടീച്ചേഴ്സ് എന്നാൽ ഹെഡ് മാസ്റ്റർമാരായിട്ട് പ്രൊമോഷൻ ലഭിച്ചവരടക്കമുള്ള എന്നുള്ള അർത്ഥം, ലഭിച്ചവർ എന്നുള്ള അർത്ഥമാണ്. അവരും അതുപോലെ മറ്റുള്ള അധ്യാപകരും, അതാണ് ആൻഡ് അതേഴ്സ്. പല സ്ഥലങ്ങളിലുള്ള വിദ്യാഭ്യാസ ഓഫീസുകൾ ഹെഡ് മാസ്റ്റർമാരായി പ്രൊമോഷൻ ലഭിച്ചവരടക്കമുള്ള അധ്യാപകർക്കും മറ്റുള്ളവർക്കും ലഭിക്കേണ്ട വർദ്ധിപ്പിച്ച ശമ്പളം ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കൽ ആരംഭിച്ചിട്ടുണ്ട്. ദ റീസൺ ഗിവൺ ഈസ് ദാറ്റ്, ഗിവൺ എന്നാൽ നൽകിയിട്ടുള്ളത്, ദ റീസൺ ഗിവൺ ഈസ് ദാറ്റ്, ഇതിന് പറയപ്പെടുന്ന കാരണം, ഈ തടഞ്ഞുവെക്കലുകൾക്ക് പറയപ്പെടുന്ന കാരണം ഇതാണ് റീസൺ എന്നാൽ കാരണം, ഗിവൺ എന്നാൽ പറയപ്പെടുന്ന അല്ലെങ്കിൽ ഇതിന് നൽകുന്ന കാരണങ്ങൾ. ബേസ്ഡ് ഓൺ ദ സുപ്രീം കോർട്ട് ഓർഡർ, സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സെപ്റ്റംബർ 1, ദ സുപ്രീം കോർട്ട് ഓർഡർ ഓഫ് സെപ്റ്റംബർ 1 തീയതിയിലെ സുപ്രീം കോടതി പുറപ്പെടുവിച്ചിട്ടുള്ള വിധി, അതിനടിസ്ഥാനമാക്കിയിട്ടാണ്. ഇതാണ് കാരണം പറയുന്നത്. മേക്കിംഗ് കേടെക് മാൻഡേറ്ററി ഫോർ ഓൾ ടീച്ചേഴ്സ്. No government order regarding promotions has yet been issued.
യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഇഷ്യൂ എന്നാൽ പ്രഖ്യാപിക്കുക, പ്രസിദ്ധീകരിക്കുക. റിഗാർഡിംഗ് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട്. മാൻഡേറ്ററി എന്നാൽ നിർബന്ധമാക്കിയ എന്നുള്ള അർത്ഥമാണ്, കാൽപ്പനികമായ. ഇതിന് കാരണമായി പറയുന്നത്, ഈ തടഞ്ഞുവെക്കലിന് കാരണമായിട്ട് പറയുന്നത് ഇതാണ്. എല്ലാ അധ്യാപകർക്കും കേറ്റക്ക് നിർബന്ധമാക്കിയ സെപ്റ്റംബർ 1 സുപ്രീം കോടതിയുടെ ഉത്തരവ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രൊമോഷനുകളെ സംബന്ധിച്ച സർക്കാർ ഉത്തരവ് ഇതുവരെ പുറത്തിറങ്ങിയിട്ടില്ല എന്നതാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത്. ഹാസ് യെറ്റ് ബീൻ ഇഷ്യൂഡ് എന്നാൽ ഇതുവരെ ഉത്തരവ് ഉണ്ടാക്കിയിട്ടില്ല, ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ആസ് എ റിസൾട്ട്, തൽഫലമായി, ഓൺലി ദ പ്രീ പ്രൊമോഷൻ സാലറീസ് ആർ ബീങ് അലൗഡ് ഫോർ ഹെഡ് മാസ്റ്റേഴ്സ് ആൻഡ് അതർ പ്രൊമോട്ടഡ് സ്റ്റാഫ്. ആർ ബീങ് അലൗഡ് എന്നാൽ അനുവദിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ്. തൽഫലമായി, ഇതിൻ്റെ ഫലമായിട്ട് ഹെഡ് മാസ്റ്റർമാർക്കും മറ്റു പ്രൊമോഷൻ ലഭിച്ച ജീവനക്കാർക്കും പ്രൊമോഷന് മുമ്പുള്ള പഴയ ശമ്പളമാണ് ഇപ്പോഴും അനുവദിക്കപ്പെടുന്നത്. പ്രീ പ്രൊമോഷൻ എന്നാൽ പ്രൊമോഷന് മുമ്പുള്ള. ഇൻ പത്തനംതിട്ടയിൽ ദ സാലറി ഓഫ് എ ഹെഡ് മിസ്ട്രസ്, ഒരു ഹെഡ് മിസ്ട്രസിൻ്റെ സാലറി, ശമ്പളം, വാസ് വിത്ത് ഹെൽഡ്, അത് തടഞ്ഞു വയ്ക്കപ്പെട്ടു. ഇൻ ദിസ് മാനർ, ഈ കാര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് എന്താണ്, ഇതേ രീതിയിൽ. ഇൻ ദിസ് മാനർ എന്നാൽ ഇതേ രീതിയിൽ പത്തനംതിട്ടയിൽ ഒരു പ്രധാന അധ്യാപകൻ്റെ ശമ്പളം തടഞ്ഞു വയ്ക്കപ്പെട്ടു. സിമിലർ ഇൻസിഡൻറ്റ്, സമാനമായിട്ടുള്ള സംഭവങ്ങൾ. ഇൻസിഡൻസ് എന്നാൽ സംഭവങ്ങൾ, സിമിലർ എന്നാൽ സമാനമായ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഇൻ തലശ്ശേരി ആൻഡ് മലപ്പുറം ആസ്വൽ എന്നാൽ ഇവിടെയും എന്നുള്ള അർത്ഥമാണ്. തലശ്ശേരിയിലും മലപ്പുറത്തും ഇതുപോലെയുള്ള സമാനമായിട്ടുള്ള സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. ഓൾദോ എന്നാൽ എങ്കിലും. there are still 2 years, there are എന്നാൽ ഉണ്ട്, there are still 2 years, ഇപ്പോഴും നിലവിലെ 2 വർഷങ്ങൾ കൂടെ ബാക്കിയുണ്ട്. to fully implement the court order, ഇംപ്ലിമെൻ്റ് എന്നാൽ നടപ്പിലാക്കുക, fully implement എന്നാൽ പൂർണ്ണമായിട്ടും. കോടതി വിധി പൂർണ്ണമായിട്ടും നടപ്പിലാക്കാൻ ഇപ്പോഴും 2 വർഷങ്ങൾ ബാക്കിയുണ്ട്. എങ്കിലും ടീച്ചേഴ്സ് ഇൻ ദ മലപ്പുറം എഡ്യൂക്കേഷൻ ഓഫീസ് പ്രൊട്ടസ്റ്റഡ് ദ വിത്ത്ഹോൾഡിംഗ് ഓഫ് ബെനിഫിറ്റ്സ്. കോടതി ഉത്തരവ് പൂർണ്ണമായും നടപ്പിലാക്കാൻ ഇനിയും 2 വർഷങ്ങൾ ബാക്കിയുണ്ട്. അതിനിടയിലാണ് മലപ്പുറം വിദ്യാഭ്യാസ ഓഫീസിലെ അധ്യാപകർ തങ്ങളുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചതിനെതിരെ പ്രതിഷേധിച്ചത്. പ്രൊട്ടസ്റ്റഡ് എന്നാൽ പ്രതിഷേധിച്ചു. വിത്ത്ഹോൾഡിംഗ് ഓഫ് ബെനിഫിറ്റ്സ് എന്നാൽ ആനുകൂല്യങ്ങൾ തടഞ്ഞുവെക്കൽ. ആ തടഞ്ഞുവെക്കലിന് പ്രതിഷേധിച്ചു. അധ്യാപകർ മലപ്പുറത്ത് പ്രതിഷേധിച്ചു. സബ്സിക്വൻ്റ്ലി, ഇതിനു പിന്നാലെ, ഇതുമായി ബന്ധപ്പെട്ട് ദ വിത്ത് ഹെൽഡ് സാലറി, ഈ തടഞ്ഞുവെക്കപ്പെട്ട ശമ്പളം, വിത്ത് ഹെൽഡ് സാലറി എന്നാൽ തടഞ്ഞു വയ്ക്കപ്പെട്ട ശമ്പളം, ഹാഡ് ടു ബി റിലീസ്ഡ്, അത് വിട്ടുകൊടുക്കേണ്ടി വന്നു ടു ദ എഡ്യൂക്കേഷണൽ ഓഫീസർ. ഇതിനു പിന്നാലെ തടഞ്ഞുവെച്ച ശമ്പളം വിദ്യാഭ്യാസ ഓഫീസർ വഴി വിട്ടു നൽകേണ്ട സാഹചര്യമുണ്ടായി, വിട്ടു നൽകേണ്ടി വന്നു. AKSTU ജനറൽ സെക്രട്ടറി ഒക്കെ ജയകൃഷ്ണൻ ഓൾസോ ഫയൽഡ് എ കംപ്ലൈൻറ്റ്. ഇദ്ദേഹവും ഒരു പരാതി നൽകി വിത്ത് ജനറൽ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ വി ശിവൻകുട്ടി. ഈ ശിവൻകുട്ടിക്ക് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിക്ക് ഇദ്ദേഹവും പരാതി നൽകി. അതിനെ തുടർന്ന് ഫോളോവിങ് റിപ്പോർട്ടുകളെ തുടർന്ന് ഫോളോവിങ് റിപ്പോർട്ട്സ് ഓഫ് വൈഡ് സ്പ്രെഡ് ബെനിഫിറ്റ് വിത്ത് ഹോൾഡിംഗ്. ബെനിഫിറ്റ് എന്നാൽ ആനുകൂല്യങ്ങൾ, വിത്ത് ഹോൾഡിംഗ് എന്നാൽ തടഞ്ഞുവെക്കൽ, വൈഡ് സ്പ്രെഡ് എന്നാൽ വ്യാപകമായിട്ടുള്ള റിപ്പോർട്ടുകൾ ഉണ്ടായി. ഈ വ്യാപകമായിട്ട് ഈ അധ്യാപകരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നു എന്നുള്ള വാർത്ത റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. അതിനെ തുടർന്നാണ് ഇദ്ദേഹവും വിദ്യാഭ്യാസ മന്ത്രിക്ക് പരാതി നൽകി. അപ്രോക്സിമേറ്റ്ലി ഏകദേശം 65,000 ടീച്ചേഴ്സ് അഫക്റ്റഡ്. അപ്രോക്സിമേറ്റ്ലി എന്നാൽ ഏകദേശം 65,000 അധ്യാപകരെയാണ് ഈ ഉത്തരവ് ബാധിക്കുന്നത്.
The Apex Court order mandates that all teachers with more than 5 years of service must possess CATEC certification. മാൻഡേറ്റ് എന്നാൽ കോടതി ഉത്തരവ് എന്നുള്ള അർത്ഥമാണ്, കൽപ്പന. പൊസസ് എന്നാൽ കൈവശം വയ്ക്കുക. മസ്റ്റ് പൊസസ് എന്നാൽ തീർച്ചയായും കൈവശം വയ്ക്കണം. 5 വർഷത്തിലധികം സേവനകാലമുള്ള എല്ലാ അധ്യാപകരും കേറ്റക് സർട്ടിഫിക്കറ്റ് നിർബന്ധമായും കൈവശം വയ്ക്കണം. ഇതാണ് സുപ്രീം കോടതി ഉത്തരവിടുന്നത്. Those without it have until 2027 to obtain the qualification. അബ്റ്റെയിൻ എന്നാൽ കരസ്ഥമാക്കുക എന്നുള്ള അർത്ഥമാണ്. അൻറ്റിൽ എന്നാൽ അതുവരെ, അൻറ്റിൽ 2027 2027 വരെ. ഈ യോഗ്യത ഇല്ലാത്തവർക്ക് 2027 വരെ അത് നേടാനുള്ള സമയം കോടതി അനുവദിച്ചിട്ടുണ്ട്. ഫെയിലിംഗ് വിച്ച് ദ കോർട്ട് ഹാസ് ഓർഡേർഡ് ദെയർ ഡിസ്മിസൽ. ഡിസ്മിസൽ എന്നാൽ ജോലിയിൽ നിന്ന് പിരിച്ചുവിടൽ എന്നുള്ള അർത്ഥമാണ്. ഇതിനകം യോഗ്യത നേടാൻ കഴിയാത്ത പക്ഷം അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണമെന്നുമാണ് സുപ്രീം കോടതി ഉത്തരവ്. Approximately 65,000 teachers in Kerala are currently at risk of losing their jobs. Losing their jobs എന്നാൽ അവരുടെ ജോലി നഷ്ടപ്പെടൽ. ലൂസ് എന്നാൽ നഷ്ടമാവുക. റിസ്ക് എന്നാൽ അപകട സാധ്യത, ജോലി നഷ്ടപ്പെടാനുള്ള അപകട സാധ്യത. കരൻലി എന്നാൽ നിലവിൽ. കേരളത്തിൽ ഏകദേശം 65,000 അധ്യാപകർ ഇപ്പോൾ ജോലി നഷ്ടപ്പെടാനുള്ള അപകട സാധ്യതയിലാണ്.